ഒന്നാമതായി ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പോൾ ഫയൽ ചെയ്ത കേസോ ഞാൻ നോക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. എന്നാലും ഞാൻ നിങ്ങൾക്കൊരു മറുപടി തരാം. ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രിവ്യൂ തന്നെ നിങ്ങൾക്ക് ആ വിക്ടിമിനോട് ചോദിക്കാം. അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വിക്ടിം പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് നിങ്ങൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ? അതർ ദാൻ ഹരാസിംഗ് ഹിം. ഇദ്ദേഹത്തിന്റെ പിറകെ ഈ ക്യാമറ നോക്കി നടക്കുന്നല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു, ആരായിരുന്നു അതിൽ? ആയിക്കോട്ടെ, നിങ്ങൾ തെളിവല്ല, നിങ്ങളുടെ കയ്യിരിക്കുന്ന തെളിവല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ആരായിരുന്നു അന്നത്തെ കണ്ടക്ടർ എന്ന് നോക്കാം. നിങ്ങൾക്ക് ആരാണ് അന്നത്തെ കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ? ആരാണ് കണ്ടക്ടർ എന്ന് ഫൈൻഡ് ചെയ്തോ? ആരാണ് അന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ? ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ. അതായിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താണ്? വിനോദ്. ഞാൻ ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറഞ്ഞാൽ മതി. 24 മണിക്കൂറായി. വിനോദ്, ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ? ഉത്തരം പറയൂ. ആദ്യം ഉത്തരം പറയൂ. അന്വേഷിച്ചോ ഇല്ല? യെസ് ഓർ നോ? എനിക്ക് യെസ് ഓർ നോ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വിനോദ്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് ഉത്തരം പറയണം. 24 മണിക്കൂറിനിടയിൽ വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ? കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന അന്വേഷിച്ചോ? യുവർ ഡ്യൂട്ടിയാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആരായിരുന്നു, അന്ന് രജിസ്റ്റർ ചെയ്ത റിസർവ് ചെയ്യുന്ന യാത്രക്കാർ ആരൊക്കെയായിരുന്നു, അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം. അങ്ങനെ സംഭവം ഉണ്ടായിരുന്ന ആദ്യം അവരാണ് പറയേണ്ടത്, അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന ആരും അല്ല. ഞാൻ പറയുന്നില്ല, തെളിയിക്കേണ്ടത് സമൂഹമാണ്, തെളിയിക്കേണ്ട സിസ്റ്റമാണ് ഇവിടുത്തെ, അല്ലാതെ ഞാനോ താങ്കളോ വിനോദോ അല്ല. മനസ്സിലായില്ലേ? തെളിയിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങളൊന്നും അന്വേഷിക്കാതെ കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഇദ്ദേഹത്തിന്റെ പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം വിനോദോട് ചോദിക്കട്ടെ. 27-ാം തീയതി പരാതി കൊടുത്തു. നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ SHO കൺട്രോൾമെന്റ് എടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷിച്ചോ? അത് രണ്ടാമത്തെ വിഷയം. അത് ഇന്ന് വക്കാലത്തെടുത്ത് 4-ാം തീയതി 30-ാം തീയതി അല്ലെങ്കിൽ 27-ാം തീയതി രജിസ്റ്റർ ചെയ്ത പരാതിക്കകത്ത് ഈ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. ചലഞ്ച് ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം വിനോദേ 27-ാം തീയതി രാത്രി 10:00 കൊടുത്ത പരാതി SHO കൺട്രോൾമെന്റ് എന്ത് ചെയ്തു എന്ന് നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ? ബൈറ്റ് എടുത്തിട്ടുണ്ട്. വാർത്ത കൊടുത്ത രണ്ടാമത്തെ വിഷയം എന്ത്? വിനോദന് മലയാളം മനസ്സിലാവുന്നില്ലേ? മലയാളം മനസ്സിലാവുന്നുണ്ടോ? ഏത് കോടതിയെ സമീപിക്കുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്. ഒരു മിനിറ്റ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഒരു മിനിറ്റ് ചേട്ടാ ആരാണ് അവരെ തടസ്സപ്പെടുത്തി അടുത്ത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അങ്ങോട്ട് മാറി നിൽക്കും. ഞാൻ ഇത്രേ ചോദിച്ചോളൂ. വിനോദിന്റെ അടുത്ത് മാത്രമല്ല എല്ലാ മാധ്യമക്കാരും ചോദിക്കുന്നത് 27-ാം തീയതി ഫയൽ ചെയ്ത കംപ്ലൈന്റിൽ 27-ാം തീയതി 10:30 ഫയൽ ചെയ്ത കംപ്ലൈന്റിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് SHO കൺട്രോൾമെന്റ് എടുത്തോ, ഇവിടെയുള്ള സിറ്റി പോലീസ് കമ്മീഷണർ എടുത്തോ, നിങ്ങൾ ആരും എന്തുകൊണ്ട് പോയി ഒരു ബൈറ്റ് എടുക്കാനോ ചോദിക്കാനോ സ്ട്രേറ്റ് അവേ പോയില്ല? അതിനൊരു മറുപടി കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം എന്ത് ചോദ്യമാണോ ചോദിച്ചോ? സമ്മതിച്ചല്ലോ. അതായിക്കോട്ടെ, ശരി. വിനോദ് പറഞ്ഞ കറക്റ്റാണ്. വിനോദ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നീതി നിഷേധിപ്പിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചോദിച്ചത്. അത് വിടും. ആ സ്റ്റേറ്റ്മെന്റ് വിടും. ഞാൻ സമ്മതിച്ചു. വിനോദ് പറഞ്ഞ് സമ്മതിച്ചു. നേരത്തെ പറഞ്ഞ നടിയുടെ വിഷയത്തിലും അവർക്ക് നീതി നിഷേധിച്ചതുകൊണ്ട് വിനോദ് ഇത് എന്നോട് ചോദിച്ചു. ഈ വിഷയത്തിൽ യദുവിന് നീതി നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോലീസിനോട് ചോദിച്ചില്ല? അതിൽ കാര്യമുണ്ടോ? ആരുടെ ബൈറ്റ് എടുത്തു? അദ്ദേഹത്തിനടുത്ത് അതല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അന്വേഷിച്ചോളൂ. എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി? എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി? വിനോദ് പറയൂ. അത് സമ്മതിച്ചു. ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ബാക്കിലോട്ട് പോകൂ. നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് SHO കൺട്രോൾമെന്റ് എടുത്ത് ഒരു ബൈറ്റ് എടുക്കൂ. എന്തുകൊണ്ട് നിങ്ങൾ ക്രൈം എടുത്തില്ല? അതിനുശേഷം എന്നെ കാണാൻ വരും. അത് കോടതി ഫയൽ ചെയ്തിട്ടുണ്ട്. കോടതി പരിഗണിക്കുന്ന കാര്യമാണ്. അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 5 പ്രതികളുണ്ട്. 5 പ്രതികളും ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി. 5 പ്രതികളും ബസ്സിനകത്ത് അതിക്രമിച്ച് കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് 201 അനുസരിച്ച് IPC അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ വരും കാര്യങ്ങൾ വഴി അറിയാം. അത് തെളിയിക്കേണ്ടതാരാണ്? അങ്ങനല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം. ആരോപണം ഉന്നയിക്കുന്ന ആൾ ആദ്യം അത് തെളിയിക്കണം. ഈ ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്ടിം പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ? വിക്ടിം ഇവരെ ഫോളോ ചെയ്തു അല്ലെങ്കിൽ ഇൻസിഡന്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് പട്ടം മുതൽ ഇങ്ങേറ്റത്ത് PMG നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷൻ വരെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സാബല്യം ജംഗ്ഷൻ വരെയാണ്. ഈ ജംഗ്ഷന്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ 2 സ്റ്റേറ്റ്മെന്റും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുമ്പോട്ട് പോവുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരാണോ ആരോപണം ഉന്നയിച്ചത് അവരാണ് തെളിയിക്കേണ്ടത്. ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ലോ. എന്റെ വാക്കല്ല, നിയമം പറയുന്നത്.
കോടതി തീരുമാനിക്കട്ടെ എന്ത് ശരിയാണെന്ന്. അത്തരത്തിലൊരു പ്രവൃത്തി യദുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനി യദുവിന്റെ ഭാഗത്തുനിന്നല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരു ജനങ്ങളും ഒരു സ്ത്രീകളെടുത്തും ഒരു തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ആരും ന്യായീകരിക്കുന്നതല്ല. ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ കോടതിയിൽ അവർ വ്യക്തമായി തെളിയിക്കേണ്ട കാര്യമുണ്ട്. അതിനുശേഷം നമുക്ക് പ്രതികരിക്കാം.